ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 50-ാം ശ്ലോകം. അദ്വയ സത്യത്തെ സാക്ഷാത്കരിച്ച് അനുഭവിച്ച് സ്ഥിതപ്രജ്ഞനായി വർത്തിക്കുന്ന ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ അനുഭവ സ്വരൂപമാണ് 50-ാം പദ്യത്തിലെ പ്രതിപാദ്യം. ജിജ്ഞാസാ നിവൃത്തി. 50. നിലമൊടു നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹംകൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. നിലമൊട് ഭൂമിയോടൊപ്പം, നീര് ജലം, അതുപോലെ കാറ്റ് അപ്രകാരം തന്നെ കാറ്റ്, തീയും അഗ്നിയും, വെളിയും ആകാശവും, അഹംകൃതി അഹംബോധവും, വിദ്യയും വിദ്യാശക്തിയും, മനസ്സും അന്തഃക്കരണവും, അലകളും ആഴിയും തിരകളും സമൂഹവും എന്നുവേണ്ട എന്നല്ല, എല്ലാ ഉലകും എല്ലാ പ്രപഞ്ച പ്രതിഭാസവും ഉയർന്ന് നാമരൂപങ്ങൾ വെടിഞ്ഞ് അറിവായി മാറിടുന്നു, കേവല ബോധമായി ഭവിക്കുന്നു. ഭൂമിയോടൊപ്പം ജലം, അപ്രകാരം തന്നെ കാറ്റ്, അഗ്നിയും ആകാശവും അഹംബോധവും വിദ്യാശക്തിയും അന്തഃക്കരണവും തിരകളും സമുദ്രവും എന്നല്ല, എല്ലാ പ്രപഞ്ച പ്രതിഭാസവും നാമരൂപങ്ങൾ വെടിഞ്ഞ് കേവല ബോധമായി ഭവിക്കുന്നു, ഉയർന്നറിവായി മാറിടുന്നു. സ്ഥിതപ്രജ്ഞനായ ബ്രഹ്മനിഷ്ഠന് അദ്വയബോധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പഞ്ചഭൂതങ്ങളോ അവയുടെ സൂക്ഷ്മരൂപങ്ങളായ അഹങ്കാരാദി അന്തഃക്കരണ ഘടകങ്ങളോ പഞ്ചഭൂതങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്ന മറ്റു പ്രപഞ്ച ദൃശ്യങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല. പ്രപഞ്ചനാമരൂപങ്ങളെല്ലാം മാഞ്ഞു മറയുന്നു. നാമരൂപരഹിതവും കേവല ബോധസ്വരൂപവും ബ്രഹ്മൈക്യം നേടിയതുമായ അനുഭവമാണ് പ്രജ്ഞ. നിർവികൽപ്പ സമാധിയിലെ അനുഭവമാണത്. ഈ പ്രജ്ഞ ആരിലാണോ മാറ്റമില്ലാതെ അനുസ്യൂതം തുടരുന്നത്, ആ സത്യദർശിയാണ് സ്ഥിതപ്രജ്ഞൻ. ശ്രീ ശങ്കര ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ സ്ഥിതപ്രജ്ഞനെ നിർവചിക്കുന്നത് നോക്കുക. യസ്യ സ്ഥിതാ ഭവേത് പ്രജ്ഞ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃതപ്രായഃ സ ജീവൻ മുക്ത ഇഷ്യത്തെ. വിവേക ചൂടാമണി 428. ജീവബ്രഹ്മ ഐക്യ അനുഭവരൂപമായ പ്രജ്ഞ ആരിൽ വിട്ടുപോകാതെ തുടരുന്നുവോ, ആരുടെ ആനന്ദം ഇടതടവില്ലാത്തതാണോ, ആർക്ക് പ്രപഞ്ചം മിക്കവാറും വിസ്മൃതപ്രായമാണോ, അദ്ദേഹമാണ് ജീവൻ മുക്തൻ അഥവാ സ്ഥിതപ്രജ്ഞൻ. ബോധപൂർവം പൂർണ്ണമായ സങ്കല്പ നിരോധം സാധിക്കുമ്പോഴാണ് ഈ നില കൈവരുന്നത്. ഒരു ജീവൻ മുക്തൻ സദാ ഈ അനുഭവത്തിൽ തന്നെ വർത്തിക്കുന്നു. നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ഇവിടെ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ അലിഞ്ഞു ചേരുന്ന മനസ്സ് സകല നാമരൂപങ്ങൾക്കും അപ്പുറമായി നിൽക്കുന്ന സത്യത്തെ സ്വസ്വരൂപമായി അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു ജീവൻ മുക്തൻ്റെ അനുഭവം ശങ്കര ഭഗവത്പാദർ ഇങ്ങനെ വിവരിക്കുന്നു. ക്വഗതം കേനവാനീതം കുത്ര ലീനമിതം ജഗത് അധുനൈവ മയാ ദൃഷ്ടം അദ്ഭുതം മഹദദ്ഭുതം. വിവേക ചൂടാമണി 483. എവിടെ പോയി, ആര് കൊണ്ടുപോയി, ഈ ലോകം മുഴുവൻ എങ്ങോട്ട് മറഞ്ഞു? അദ്ഭുതം അദ്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ? ഗുരുദേവൻ്റെ ദർശനമാലയിലെ 2-ാം ദർശനമായ അപവാദ ദർശനത്തിലെ 1-ാം പദ്യത്തിലെ അവസാന വരി ഈ അനുഭൂതിയെ ഇങ്ങനെ കുറിക്കുന്നു. നാസ്തി ചേതസ്തി ചിത് ഘനം. പ്രപഞ്ചമൊന്നുമില്ലെന്നു വന്നാൽ അദ്വൈജ്ഞാന സ്വരൂപമായ സത്യം അവശേഷിക്കുന്നു എന്നാണ് ഈ വരിയുടെ താത്പര്യം. സ്ഥിതപ്രജ്ഞൻ, ജീവൻ മുക്തൻ, ഗുണാതീതൻ, അതിവർണാശ്രമി, പരമഹംസൻ എന്ന പേരുകളെല്ലാം പര്യായങ്ങളാണെന്ന് ധരിക്കേണ്ടതാണ്. ഗുരുദേവൻ ജീവൻ മുക്താവസ്ഥ ഉറപ്പിച്ച ശേഷമാണ് ലോകസംഗ്രഹത്തിന് ഇറങ്ങിയതെന്ന അദ്ദേഹത്തിൻ്റെ ജീവിത രഹസ്യവും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ്. ആത്മോപദേശ ശതകമെന്ന പ്രസ്തുത കൃതി തന്നെ അക്കാര്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. പ്രസ്തുത പദ്യത്തിൽ ഗുരുദേവൻ സ്വാനുഭവം തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ സ്ഥിതപ്രജ്ഞനായി വർത്തിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ജിജ്ഞാസു തൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സത്യമെന്തെന്ന് ആരായുകയാണ്. ജിജ്ഞാസു പ്രപഞ്ച വിഷയങ്ങൾ ഓരോന്നും അനുഭവിക്കുന്നു. ആ അനുഭവത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായി ഞാൻ എന്ന അനുഭവവും പ്രത്യക്ഷമായി നിൽക്കുന്നു. അങ്ങനെയുള്ള ജിജ്ഞാസുവിൻ്റെ ചോദ്യത്തിന് ജീവൻ മുക്തൻ ഉത്തരം പറയുന്നതാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.